നിനക്കിപ്പോൾ എന്താ വേണ്ടേ? നല്ല വൈഫാകണം അല്ലേ? ആ അതെ. എന്നാലേ പൊന്നുമോള് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും. എത്ര ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, എന്തിനും ഞാൻ റെഡിയാ. ഓ, എന്നാ പിന്നെ ഇന്ന് തന്നെ അതിനുള്ള കോച്ചിങ് അങ്ങ് തുടങ്ങിയേക്കാം. ദൈവമേ, എന്താകൂ എന്തോ. അച്ചു, ചായ കുടിക്കേ. ഇവൾക്കിതെന്തു പറ്റി? വാങ്ങച്ചു. ആ ബാഗ് ഇങ്ങത്താ, ഞാൻ കൊണ്ടുവെക്കാം. ഏയ്, അതിൻ്റെ ആവശ്യമില്ല. ചായ എങ്ങനെയുണ്ട് അച്ചു? ആ, നന്നായിട്ടുണ്ട്. താങ്ക്സ്. ആ, അതിന് ഇത് അമ്മ ഉണ്ടാക്കിയ ചായ അല്ലേ? അത് പിന്നെ എന്താ അല്ലേ? അതെ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് അമ്മയ്ക്കുള്ളതല്ലേ? ഓ, അത്രയ്ക്ക് മുട്ടി നിൽക്കുവാണെങ്കിലേ പാർക്കുട്ടി വിളിച്ചിട്ട് പറ, അമ്മേ അമ്മയുടെ ചായ സൂപ്പറായിട്ടുണ്ടെന്ന്. പാറുക്കുട്ടി. ആഹാ, വന്നോ നീ? അല്ല, എന്തായി ചായ പ്ലാൻ? എന്താവാൻ, അത് പൊളിഞ്ഞു. ഷോ, സാരമില്ല, ഇത് പൊളിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ മുഖം വീർപ്പിച്ച് നിൽക്കാതെ ഞാൻ പറഞ്ഞ അടുത്ത കാര്യം പോയി ചെയ്യണേ. അത് വേണോ? വേണം, അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. ദൈവമേ, ഇനി എന്താകോ എന്തോ. അച്ചു, ദാ ടവല്. ഇവക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ. കാര്യമായിട്ട് തന്നെ. ഇനി വല്ലവരും തലയ്ക്ക് അടി കിട്ടിയോ? അച്ചുവിന് എന്തെങ്കിലും കഴിക്കാൻ വേണോ? പറ അച്ചു, എന്തെങ്കിലും കഴിക്കാൻ വേണോ? ഏയ്, എനിക്കൊന്നും വേണ്ട. അച്ചു, താൻ നാളെ ഏത് ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്? അതെന്തിനാ തനിക്ക്? ഏതാന്ന് പറ അച്ചു. ആദ്യം തനിക്ക് എന്തിനാ എൻ്റെ ഡ്രസ്സ് അത് പറ. വേറെന്തിനാ അയൺ ചെയ്ത് വെക്കാൻ. വാട്ട്? എൻ്റെ ഡ്രസ്സ് അതും താൻ അയൺ ചെയ്ത് വെക്കാൻ? പിന്നല്ലാതെ ആര് ചെയ്യാനാ? അല്ല, തനിക്ക് തലയ്ക്ക് വല്ല അടിയും കിട്ടിയോ? അടിയോ? എന്തടി? അത് പിന്നെ ബോധമില്ലാത്തതുപോലെ ബിഹേവ് ചെയ്യുന്നോണ്ട് ചോദിച്ചതാ. താനേ ഏത് ഡ്രസ്സാണ് ഇടാൻ പോകുന്നതെന്ന് മര്യാദയ്ക്ക് പറയാൻ നോക്ക്. എന്നാ എവിടം വരെ പോകും നോക്കാം. അച്ചു, അലറണ്ട, എടുത്തു തരാം. ദാ പിടിക്ക്. ഇന്ന് ഞാനൊരു കലക്ക് കലക്കും. നിത്യ, ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ ഇതൊക്കെ? എന്താലോചിക്കാൻ? അല്ല, തനിക്കിതൊക്കെ ശീലമില്ലാത്തതല്ലേ, സോ റിസ്ക് എടുക്കണോ? ഷേടാ, ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് ശീലമാവുന്നത്. പിന്നെ റിസ്ക് എടുക്കുന്നത് ഈ നിത്യക്ക് റിസ്ക് തിന്നുന്നത് പോലെ. ഓ ഗോഡ്, എൻ്റെ ഷർട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്തെങ്കിലും പറഞ്ഞോ? ഹേയ്, ഒന്നുമില്ല. അതെൻ്റെ ഫേവറേറ്റ് ഷർട്ടാണെന്ന് പറഞ്ഞതാ. കരിയിച്ച് കളയരുത്. ഹലോ, ഒരു ഷർട്ടൊക്കെ അയൺ ചെയ്യാൻ എനിക്ക് നന്നായിട്ടറിയാം. താൻ എന്നെ അത്രയ്ക്കൊന്നും കൊച്ചാക്കണ്ട. അതെനിക്കറിയാലോ. അതുകൊണ്ടാണല്ലോ തൻ്റെ ഡ്രസ്സ് മൊത്തം നീതു അയൺ ചെയ്ത് തരുന്നത്. അത് പിന്നെ
അവൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവട്ടെ എന്ന് വെച്ചിട്ടാ. ആ അതിവിടെ എല്ലാവർക്കും അറിയാം. താനേ ഇപ്പോൾ കൂടുതലൊന്നും ചിലക്കാൻ നിൽക്കണ്ട. തനിക്ക് എന്തെങ്കിലും വർക്കുണ്ടെങ്കിലേ പോയി അത് ചെയ്യാൻ നോക്ക്. വെറുതെ എൻ്റെ കോൺസെൻട്രേഷൻ കളയാൻ നിൽക്കുക. ഓ പിന്നെ ഡ്രസ് അയൺ ചെയ്യുന്നതിനല്ലേ ഇത്രയും കോൺസെൻട്രേഷൻ വേണ്ടത്. ഹലോ. ആ പറയടാ ആദി. ആ അത് കൊള്ളാം. അന്ന് പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് പോയതല്ലേടാ നീ, എന്നിട്ട് ഇപ്പോഴാണോ വിളിക്കുന്നത്? ഓ ഇനി ഇതേത് മാറണമാണോ എന്തോ. ഇതെവിടെ നിന്നാ ഒരു കരിഞ്ഞ സ്മെല്ല്? ഓ ഗോഡ്, എൻ്റെ ഷർട്ട്. ഷേടാ, ഇതിൻ്റെ ഇടയ്ക്ക് താനത് കരിച്ചു കളഞ്ഞോ? തന്നോട് ഞാൻ ആദ്യം എന്താ പറഞ്ഞത്? തനിക്ക് പറ്റാത്ത പണിക്ക് നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ? ഞാൻ ആ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ടാ പോയത്. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. തനിക്ക് ഒട്ടും കോമൺ സെൻസ് ഇല്ലേ? അല്ല, ഇത്രയും ചൂടായിട്ടിരിക്കുന്ന അയൺ ബോക്സേ ആ ഡ്രസ്സിൻ്റെ മുകളിൽ നിന്നൊന്ന് എടുത്തു മാറ്റണമെന്ന് തനിക്ക് അറിഞ്ഞൂടെ? ഓ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ. അത് പിന്നെ കോള് വന്നപ്പോൾ. ഓ അല്ല, ഇത്രയും ഒഴിവാക്കാൻ പറ്റാത്ത എന്ത് ഇമ്പോർട്ടൻ്റ് കോളായിരുന്നത്? ആ അതോ, അതെൻ്റെ ഫ്രണ്ടായിരുന്നു. എൻ്റെ ഷർട്ടിനേക്കാൾ വലുതാണോ തനിക്ക് തൻ്റെ ആ ഫ്രണ്ട്? അതെ. ഹാ, അത് പിന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് വലുത് തന്നെ. പിന്നെ എത്ര ദിവസം കൂടിയിരുന്ന അവനൊന്ന് വിളിച്ചെന്നറിയോ? സോ വാട്ട്? എനിക്ക് വലുത് എൻ്റെ ഷർട്ടാ, അല്ലാതെ നിൻ്റെ ആ ഫ്രണ്ടല്ല. ഹോ, തെറ്റ് പറ്റിപ്പോയി. ഐ ആം സോറി. ഒരു സോറി പറഞ്ഞ എൻ്റെ ഷർട്ട് എനിക്ക് തിരിച്ചു കിട്ടുമോ? അത് പിന്നെ ഞാനിനി എന്ത് ചെയ്യാനാ? താനൊരു ചുക്കും ചെയ്യണ്ട. അല്ലെങ്കിലും ആദ്യമേ ഞാൻ തന്നോട് പറഞ്ഞതാ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ടാന്ന്. അതങ്ങനാ പറഞ്ഞാൽ അനുസരണ ഇല്ലല്ലോ. സോറി അച്ചു. ഒരു സോറി ഒന്ന് പോയി തരുമോ? കിടന്നാലറണ്ട, ഞാൻ പൊക്കോളാം. പാറുക്കുട്ടി കരിച്ച് കളഞ്ഞല്ലേ? അത് പിന്നെ ചെറിയൊരബദ്ധം. ഹാ, ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. അല്ല, എന്താ നീ കരിച്ച് കളഞ്ഞത്? അച്ചുവിൻ്റെ ഷർട്ട്. പോട്ടെ, അത് സാരമില്ല. എന്നാലും അച്ചു ഇത്ര ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഷർട്ടല്ലേ കരിഞ്ഞത്, അതിനിങ്ങനെ ബഹളം വെക്കണോ? അവനെ കുറ്റം പറയാനും പറ്റില്ല. ഓ, അപ്പൊ പാറുക്കുട്ടി അച്ചുവിൻ്റെ സൈഡാണല്ലേ? എൻ്റെ പൊന്നോ, ഞാൻ ഒരു സൈഡിലും ഇല്ല. അല്ലെങ്കിലും ഇതിനെല്ലാം കാരണമേ പാറുക്കുട്ടിയുടെ ചീഞ്ഞ ഐഡിയ. ആ,
ഇനി എൻ്റെ ഐഡിയയുടെ കുഴപ്പമാണെന്ന് പറ. നീ നേരെ ചൊവ്വേ നോക്കിയും കണ്ടും ചെയ്യാത്തതിന് എൻ്റെ ഐഡിയ എന്ത് കഴിച്ച്? ഓ പിന്നെ ആ ഉണക്ക ഐഡിയ കാരണം ഒന്നും നടക്കാഞ്ഞത്. ഇതിലും ഭേദം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതായിരുന്നു. ഓ, എന്നിട്ട് എന്താ ചെയ്യാഞ്ഞത്? എന്തേ, നാക്കിറങ്ങിപ്പോയോ? ഓ, അപ്പോൾ ഇത് രണ്ടിൻ്റെയും പണിയായിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്താടി കള്ളന്മാർ നോക്കുന്ന പോലെ നോക്കുന്നത്? അതെ. എന്താ? അല്ല, എൻ്റെ ഹെൽപ്പൊന്നും വേണ്ടല്ലോ അല്ലേ? ചേടാ, വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഓ, ആയിക്കോട്ടെ തമ്പുരാട്ടി. ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഇനിയേ എൻ്റെ ഹെൽപ്പും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വാ. ബാക്കി ഞാൻ അപ്പം പറയാം. ബാക്കി ഞാനെപ്പോൾ പറയാം. ഇനി എന്താ ചെയ്യാനാ ഞാൻ? അല്ല, ഇനി എന്ത് നശിപ്പിക്കണമെന്ന് ആലോചിക്കുവാണോ? എന്തോന്ന്? അല്ല, ഇനി അറിയാത്ത എന്ത് പണി ചെയ്യാനാ പ്ലാൻ എന്നാ ചോദിച്ചത്. ഓ, തൽക്കാലം ഒരു പ്ലാനും ഇല്ല. ഓ ഓ, അങ്ങനെ. അല്ല, അപ്പോൾ ഇനി നല്ല വൈഫാകണ്ടേ? ആ, ആരോ ഇവിടെ നല്ല വൈഫാകാനുള്ള പണിയിലായിരുന്നു. അല്ല, ഇത്ര പെട്ടെന്ന് മടുത്തോ? ഇപ്പം മനസ്സിലായില്ലേ ഇതൊന്നും തന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ലെന്ന്? ഇതിനാ പറയുന്നത് വയ്യാത്ത പട്ടി കയ്യാല കയറാൻ നോക്കുന്നെന്ന്. ഏക്കുന്നുണ്ട്. അല്ലെങ്കിലും തന്നെ കൊണ്ട് ഈ വാചകോടി മാത്രമേ നടക്കൂ. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ല, തൽക്കാലം നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നീ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം മനസ്സിലായില്ലേ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് പോലെ അത് ചെയ്യുന്നത് അത്ര എളുപ്പമല്ലെന്ന്. നീ എനിക്ക് ക്ലാസ് എടുത്തു തന്നപ്പോൾ ഞാനതിരുന്ന് കേട്ടില്ലേ? സോ ഞാനിപ്പോൾ പറയുന്നത് നീയും കേൾക്കണ്ടേ? ഓ, തനിക്കിപ്പോൾ എന്താ വേണ്ടത്? ഇറ്റ്സ് സിമ്പിൾ. നീ എന്നെ നല്ലൊരു കെട്ടിയാനാക്കാൻ ശ്രമിക്കുമ്പോഴേ ഞാൻ നിന്നെ നല്ലൊരു കെട്ടിയോളാക്കാൻ നോക്കുന്നു. അതിന്? അല്ല, മിസ്സിസ് ആഞ്ജനേയദാസിനെ ഐഡിയ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്തിനാ വെറുതെ എൻ്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്നാലേ തൽക്കാലം തൻ്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. അതെന്താ, തനിക്ക് എന്നെ പേടിയാണോ? പേടിയോ? അതോ എനിക്ക്? എന്നാലേ എൻ്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തനിക്ക് ധൈര്യമുണ്ടോ? പേടിയാണെന്ന് മാത്രം പറയല്ലേ നിത്യ. അല്ലെങ്കിലേ എനിക്കാരും പേടിയില്ല, പ്രത്യേകിച്ച് തന്നെ. ഓ, എന്നാ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ? താൻ എന്താന്ന് വെച്ചാൽ തുടങ്ങിക്കോ. ഇതൊക്കെ നിത്യക്ക് പുല്ലാണ്, പുല്ല്. ഒടുക്കം അടിയറവ് പറയുവോ? നെവർ. നിത്യയുടെ ഡിക്ഷണറിയിലെ നോ എന്നൊരു വാക്കേ ഇല്ല. ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഐ ലൈക്ക് ഇറ്റ്. നിത്യ, ഇത് നിനക്കുള്ള എന്തോ പണിയാണ്. ഇവിടെ നീ തോറ്റു കൊടുത്താലുണ്ടല്ലോ പിന്നെ നിനക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റില്ല. സോ ചത്താലും വിട്ടുകൊടുക്കരുത്. എന്നാ നമുക്ക് തുടങ്ങിയാലോ കെട്ടിയോളെ? ഈ മൗനം സമ്മതമായിട്ട് എടുത്തോട്ടെ. അപ്പോൾ നമുക്ക് ബെഡ്റൂമിൽ നിന്ന് അങ്ങ് തുടങ്ങാം. എന്തായിരിക്കും ഇങ്ങനൊരു ഉദ്ദേശം? പേടിക്കണ്ട, തൽക്കാലം വലിയ ഉദ്ദേശമൊന്നുമില്ല. നമുക്കേ ചെറുതീന്ന് തുടങ്ങാം, എന്നിട്ട് വലുതിലേക്ക് പോയാൽ പോരെ? നിത്യ, എന്താ? താനേ
ഈ റൂമൊക്കെ ക്ലീൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പണി എളുപ്പമായല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. മനസ്സിലായില്ല. അതൊക്കെ ഞാൻ മനസ്സിലാക്കി തരാം. നമുക്കേ ആദ്യം ക്ലീനിങ്ങിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ചെല്, പോയി ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് വാ. എന്തേ, പറ്റില്ലേ? ആദ്യത്തെ ടാസ്കിൽ തന്നെ തോക്കുവാണോ? ആഹാ, ഇത്ര പെട്ടെന്ന് വന്നോ? ഞാൻ വിചാരിച്ച് ആ വഴി എസ്കേപ്പ് ആയെന്ന്. ഗുഡ് ഗേൾ. ഡയലോഗ് അടിക്കാൻ അങ്ങോട്ട് മാറിയിരിക്കും മനുഷ്യ, ഞാൻ അടിച്ചു വരട്ടെ. ഓ, ഓക്കെ ഓക്കെ. അമ്മ, എൻ്റെ നടു ഒടിഞ്ഞ്. ഹാ, ഇത്ര പെട്ടെന്ന് ക്ഷീണിച്ചോ? ഷേ, ഇത്രയേ ഉള്ളൂ തൻ്റെ സ്റ്റാമിന. ടു ബാഡ്. കോല മോഡൻ. ആ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല. പക്ഷേ എന്തോ പറഞ്ഞ പോലെ തോന്നി. ചിലപ്പോൾ തോന്നിയതാവും. എന്തായാലും കൺഗ്രാറ്റ്സ്. എന്തിന്? അതോ, അത് ഞാൻ തന്ന ഫസ്റ്റ് ടാസ്കേ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തില്ലേ, സോ ഇതതിനുള്ളതാ. ഓ, വരവ് വെച്ചേക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ നിത്യയെ കൊണ്ട് പലതും പറ്റുമെന്ന്? പിന്നെ പിന്നെ അത് ഞാൻ മനസ്സിലാക്കി വരുന്നതല്ലേ ഉള്ളൂ. ഇതിലൊരു ഊതലില്ലേ? അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയോ? അടുത്ത പണി വേണ്ടേ? എന്തോന്ന്? അല്ല, അടുത്ത ടാസ്ക് ചെയ്യണ്ടേന്ന്. ഇത് കഴിഞ്ഞില്ലേ? കഴിയാനോ? അതിന് തുടങ്ങിയതല്ലേ ഉള്ളൂ. തൽക്കാലം എനിക്ക് ഒന്നിനും വയ്യ, എൻ്റെ ശരീരം വേദനിക്കുന്നു. ആഹാ, നിത്യയുടെ ഡിക്ഷണറിയിൽ നോ എന്ന വാക്ക് ഇത്ര പെട്ടെന്ന് വന്നോ? അടുത്ത ടാസ്ക് എന്താ, അത് പറ. അതാണ് അടുത്തതേ അടുക്കളയിൽ നിന്നാവാം അല്ലേ? കുക്കിങ്ങോ? ആഹാ, കറക്റ്റായിട്ട് കണ്ടുപിടിച്ചല്ലോ. ഇതെന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതാ, ദുഷ്ടൻ. എന്താ ഇപ്പൊ തനിക്ക് ഉണ്ടാക്കാൻ തരുന്നത്? ദൈവമേ, വല്ല ചായയോ കോഫിയോ ആയിരിക്കണേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. തനിക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ അറിയോ? എന്തോന്ന്? തനിക്ക് പാൻ കേക്ക് പോയിട്ട് ഒരു കേക്ക് പോലും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് എനിക്കറിയാം. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. എന്നാലും കെട്ടിയൊളിച്ചല്ലേ, പോയി പാൻ കേക്ക് ഉണ്ടാക്കി കെട്ടിയൊരു തരാൻ നോക്ക്. അച്ചു, അത് നിത്യയുടെ ഡിക്ഷണറിയിൽ നോ എന്നൊരു വാക്കില്ല. മുതലെടുക്കുകയാണല്ലേ സാമദ്രോഹി. എന്തേ, തോറ്റോ? ആ മോഹേ തൻ്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ, അങ്ങനെ തോറ്റു തരാൻ എനിക്കിപ്പം മനസ്സില്ല. ആഹാ, എന്നാ പെട്ടെന്നാവട്ടെ, എനിക്ക് പാൻ കേക്ക് തിന്നാൻ കൊതിയാവുന്നു. നിന്റെ എല്ലാ കൊതി ഞാൻ തീർത്തു തരാടാ പന്നി. ഇവൾ ഇത്ര പൊട്ടിയാണോ?
എങ്ങനെ ഈ പണ്ടാരക്കാലിന് പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇതിപ്പോ എൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയി പോയല്ലോ ദൈവമേ. അല്ല, എന്താ മോളിവിടെ? അടുക്കള കത്തിക്കാനുള്ള വല്ല പ്ലാനിങ്ങിലും ആണോ? ആണെങ്കിൽ ആണെങ്കിലേ ഒന്ന് നേരത്തെ പറഞ്ഞേക്കണേ. എന്താന്ന് വെച്ചാലേ എനിക്ക് എൻ്റെ പിള്ളേരെ കൊണ്ട് രക്ഷപ്പെടാനാ. അത് കഴിഞ്ഞിട്ട് നീ കത്തിക്കോ അല്ലെങ്കിൽ പൊട്ടിത്തെറിപ്പിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ദേ പാർക്കുട്ടി, ഞാൻ ആകെപ്പാട് പൊളിഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കാതെ പോകാൻ നോക്ക്. ഓ പിന്നെ, ഇതേ എൻ്റെ അടുക്കളയാ. ഇവിടെ വന്നാൽ അങ്ങനെ പലതും സഹിക്കേണ്ടി വരും. അതൊന്നും സഹിക്കാൻ വയ്യെങ്കിലേ ഇറങ്ങി പോണം മാഡം. ആരാ പറഞ്ഞത് അച്ഛന് പാർക്കുട്ടിയുടെ സ്വഭാവം കിട്ടിയിട്ടില്ലെന്ന്? ഇതേ തനി ചൊറിയുന്ന സ്വഭാവം അങ്ങേർക്കും. എന്തുവാ കേൾക്കുന്നില്ല? കേൾക്കാനും വേണ്ടി ഒന്നും പറഞ്ഞതുമില്ല. ഈയിടെയായിട്ടേ നിനക്ക് മൈൻഡ് വോയിസ് ഇത്തിരി കൂടുന്നുണ്ട്. ആണെങ്കിലേ കണക്കായിപ്പോയി. ഓ, നീ എവിടം വരെ പോകാനാടി? എൻ്റെ ചാത്തന്മാരെ നിന്നെ എൻ്റെ അടുത്ത് തന്നെ എത്തിക്കും, നോക്കിക്കോ. ഷടാ, പാനിൻ്റെ അകത്ത് കേക്ക് ഉണ്ടാക്കണമെന്ന് മനസ്സിലായി. പക്ഷേ പാൻ കേക്കിന് ഇൻഗ്രീഡിയൻസ് എന്തോ ആയിരിക്കും? എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലേ ചോദിക്കാം. തൽക്കാലം എനിക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട. എനിക്ക് ആവശ്യമുള്ളതേ ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കോളാം. ഓ ആയിക്കോട്ടെ. എന്നോടാ തള്ളയുടെ മോൻ്റെയും കളി. ഈ നിത്യ ആരാണ് നീ? രണ്ടിനും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എൻ്റെ ദൈവമേ, ഇവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? എൻ്റെ ചെക്കനെ കൊല്ലുപോയിന്ന്. തൽക്കാലം എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നമ്മൾ കാഴ്ചക്കാരായിട്ട് നിന്നാൽ മതി. ഹോ, അങ്ങനെ പാൻ കേക്ക് റെഡി. ഷോ, എന്നെ കൊണ്ട് ഞാനങ്ങ് തോറ്റു. ഇവിടെ വലിയ കുക്കായിട്ട് നടക്കുന്നവർക്ക് മാത്രമല്ല, നമ്മളെ കൊണ്ടും ചിലതൊക്കെ പറ്റും. അത് ശരിയാ, ഉണ്ടാക്കാനേ എല്ലാരെ കൊണ്ടും പറ്റും. പക്ഷേ അത് വായി വെച്ച് തിന്നാൻ കൊള്ളണമെന്നില്ല. ദൈവത്തെ ഓർത്ത് ഇത് കൊടുത്ത് എൻ്റെ ചെക്കനെ കൊല്ലരുത്. ഒരമ്മയുടെ അപേക്ഷയാ, പ്ലീസ്. ദേ പാർക്കുട്ടി, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നിനക്ക് ദേഷ്യം പിടിച്ചാലും ഇല്ലെങ്കിലും ഇതേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതെന്തിനാ? എന്തായാലും ഞാൻ ഉണ്ടാക്കിയതല്ലേ. അതുകൊണ്ട് തന്നെ പറഞ്ഞത്. ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തേ, ടേസ്റ്റ് ചെയ്യാൻ നിനക്ക് പേടിയാണോ? എന്ത് പേടി? എനിക്കൊരു പേടിയില്ല. അല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കിയ സാധനത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്നേ എനിക്കറിയാം. എന്ത് വൃത്തിയായിട്ട സാധനം ഇത്? എന്തായാലും നീ ഉണ്ടാക്കിയതല്ലേ, അപ്പൊ നല്ല ടേസ്റ്റ് കാണും. എടി, ഇതിനാ പറയുന്നത് വയ്യാത്ത പട്ടി കയ്യാല കയറാൻ നടക്കരുതെന്ന്. കളിയാക്കുന്ന കാര്യത്തിലും അമ്മയും മോനും ഒരുപോലെ തന്നെ. എന്തേ, എൻ്റെ നിത്യകൊച്ചിനൊന്നും പറയാനില്ലേ? ഇനി ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ല. എന്തായാലും അച്ഛൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കുന്നതിലും ഭേദം പാർക്കുട്ടിയുടെ മുന്നിൽ തോറ്റു കൊടുക്കുന്നതാ. എന്താണ് മാഡം ചിന്തിക്കുന്നത്? പുതിയ പാൻ കേക്ക് വല്ലതും ആണെങ്കിലേ ഞാനങ്ങ് മാറി തന്നേക്കാം. പാറുക്കുട്ടി, ഇതേ നീ വരുത്തി വെച്ചതാ.
ഹെൽപ്പ് വേണോന്നേ നിന്നോട് ആദ്യമേ ഞാൻ ചോദിച്ചതല്ലേ. അപ്പോൾ വലിയ ജാടയായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ എന്തായി? ഇങ്ങനൊന്നും പറയാതെ പാറുക്കുട്ടി. ആഹാ, എന്ത് രസമാണ് നിൻ്റെ ഈ ചമ്മി മുഖം കാണാൻ. ശവത്തി കുത്തല്ലേ? ഞാൻ കുത്തും. കാരണമേ നിനക്ക് അത്രയ്ക്ക് ഷോ ആയിരുന്നു. എൻ്റെ ചക്കര പാറുക്കുട്ടിയല്ലേ. പാറുക്കുട്ടിയുടെ നിത്യക്കൊച്ചിന് ഒരബദ്ധം പറ്റിയതല്ലേ. അപ്പോൾ ഇത്രയും ബുദ്ധിയും വിവരമുള്ള പാറുക്കുട്ടിയല്ലേ ഇതൊക്കെ ക്ഷമിക്കേണ്ടത്? ഹോ, ഇത്തിരിയെങ്കിലും ഉളുപ്പ്. ഈ പാറുക്കുട്ടിയുടെ ഒരു തമാശ. ഹോ, എൻ്റെ ചെക്കൻ്റെ ഒരു വിധി. അല്ലാതെന്താ? പാറുക്കുട്ടി നിന്ന് കൊഞ്ചാതെ പോവണ്ണേ. ഏയ് അത് പറ്റില്ല. അച്ഛനെ പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ നമുക്ക്? ആ, അത് നീ ഉണ്ടാക്കി വെച്ചേക്കുമല്ലേ. ചെന്ന് കൊണ്ടു കൊടുക്ക്. അത് പിന്നെ അത് വിട്. എൻ്റെ ചക്കര പാറുക്കുട്ടിയല്ലേ, പ്ലീസ് എനിക്ക് വേണ്ടി ഒരു പാൻ കേക്ക് ഉണ്ടാക്കിത്താ. പറ്റില്ല. പാറുക്കുട്ടി. ഒരു പാർക്കുട്ടിയില്ല. കുറച്ചു മുമ്പേ എൻ്റെ കുക്കിങ്ങിനെ കളിയാക്കിയവളല്ലേ നീ. ആ നിനക്ക് ഞാൻ ഇനി ഒന്നും ചെയ്തു തരത്തില്ല. ദേ നോക്ക്, ഇത് ചീറ്റിംഗ് ആട്ടോ. എന്തിനും ഏതിനും എൻ്റെ കൂടെ കാണുന്ന പാറുക്കുട്ടി എനിക്ക് വാക്ക് തന്നതാ. ഹലോ, ഇതേ നീ തന്നെ കുറച്ച് മുമ്പ് എൻ്റെ ഹെൽപ്പ് വേണ്ടെന്ന് പറഞ്ഞത്. അതെപ്പോ? അത് പിന്നെ അതൊരബദ്ധം പറ്റിയതല്ലേ. എൻ്റെ ചക്കര പാറുക്കുട്ടിയല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ അച്ചു എന്നെ കളിയാക്കി കൊല്ലും. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അതൊക്കെ പിന്നെ ആലോചിക്കാം. ഇപ്പോൾ ഉണ്ടാക്കി താ പാറുക്കുട്ടി, പ്ലീസ്. കൂടുതൽ വിളച്ചിലെടുക്കാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപഠിക്കാൻ നോക്ക്. അത് ഞാൻ ഏറ്റു. എന്നാ കൊണ്ട് കൊടുക്ക് നിന്റെ കെട്ടിയോന്. ഓ, താങ്ക് യു പാറുക്കുട്ടി. പാറുക്കുട്ടി എൻ്റെ മുത്താണ്. അയ്യോ, ഒരുപാട് ഒലിപ്പിക്കല്ലേ. ലവ് യു സോ മച്ച്. ടാങ് ഡാങ്. ദേ നോക്ക്, പാൻ കേക്ക് റെഡി. ലുക്ക് കണ്ടിട്ട് പാൻ കേക്ക് പോലൊക്കെ ഉണ്ട്. വായിൽ വെക്കാൻ കൊള്ളാവോ ഇത്? ആ, അത് വെച്ച് നോക്ക്, അപ്പോൾ അറിയാം. ഓ, അങ്ങനെ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? എൻ്റെ അമ്മ ഉണ്ടാക്കിയതല്ലേ, അത് മോശമാവില്ലല്ലോ. ആര്? പാറുക്കുട്ടിയോ? എന്താ സംശയമുണ്ടോ? ഇത് അമ്മ ഉണ്ടാക്കിയതാണെന്നേ എനിക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ചെറുപ്പം മുതലേ ആ കൈപ്പുണ്യം അറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട. അത് പിന്നെ പാറുക്കുട്ടി ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ. പക്ഷേ ഉണ്ടാക്കിയത് ഞാനാ. എന്തുവാ? സമ്മതിച്ചു, പാറുക്കുട്ടി തന്നെ ഉണ്ടാക്കിയത്. എനിക്ക് കുക്കിംഗ് വശമില്ലെന്ന് തനിക്കറിയാലോ. അപ്പോൾ എന്നെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത്? അതെ, പക്ഷേ പാൻ കേക്ക് താൻ ഉണ്ടാക്കിയേ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഫോഴ്സ് ചെയ്യാനൊന്നും വന്നില്ലല്ലോ. തനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് വാ തുറന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിന്നത്? അത് പിന്നെ താൻ എന്നെ കളിയാക്കാൻ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ തോറ്റു തരുന്നത്? ഇതാ തൻ്റെ പ്രശ്നം. അറിയാത്ത കാര്യങ്ങളെ അറിയില്ലെന്ന് സമ്മതിക്കാൻ ആദ്യം പഠിക്കണം. ദേ നോക്ക് നിത്യ, ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ല. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. ഞാനോ താനോ പെർഫെക്റ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെന്ന് നമുക്ക് 2 പേർക്കും അറിയാം. എനിക്കറിയാത്ത കാര്യങ്ങളെ താൻ എനിക്ക് പറഞ്ഞു തരാറില്ലേ? അതെന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടിയും അതൊക്കെ കറക്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുമില്ലേ? അപ്പോൾ തനിക്കറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ താനും ശ്രമിക്കണം. പിന്നെ
കുക്കിംഗ് അറിയാത്തതേ അത്ര വലിയ തെറ്റൊന്നുമല്ല. അതിൻ്റെ പേരിൽ ഞാൻ തന്നെ കളിയാക്കാനും പോണില്ല. പക്ഷേ അറിയാത്ത കാര്യങ്ങൾ അറിയില്ലെന്ന് സമ്മതിക്കാൻ ഒരു മനസ്സ് വേണം. ഞാൻ പരിചയപ്പെട്ട ആദ്യ സമയങ്ങളിൽ ഞാൻ കണ്ട നിത്യ അങ്ങനായിരുന്നു. പിന്നെ മുന്നേ തന്നോട് പറഞ്ഞ കാര്യം എനിക്കിപ്പോഴും പറയാനുള്ളൂ. താനായിട്ടിരിക്കാൻ നോക്ക്. ഹാ, അപ്പോൾ ഞാൻ കുക്കിംഗ് പഠിച്ചില്ലെങ്കിലും തനിക്ക് കുഴപ്പമില്ലേ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല. തനിക്കറിയാത്ത കാര്യങ്ങളെ അത് താൻ പഠിക്കാൻ ശ്രമിക്കണം. അല്ലാതെ എല്ലാം അറിയാമെന്നും പറഞ്ഞ് വെല്ലുവിളിക്കാൻ നടക്കരുത്. ഞാനിങ്ങനൊരു ടാസ്ക് തന്നതേ തന്നെ ദ്രോഹിക്കാനൊന്നുമല്ല. തനിക്കിതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. പിന്നെ എൻ്റെ മുമ്പിൽ ആളാവാൻ വേണ്ടി അമ്മയോട് ഐഡിയ ചോദിച്ചെന്നറിഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് കളിപ്പിക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ഹാ, അപ്പോൾ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എനിക്കിട്ട് പണിഞ്ഞതാണല്ലേ? ഈ നാട്ടിലെ നല്ല കെട്ടിയന്മാർ മാത്രം പോരല്ലോ, നല്ല കെട്ടിയോളുമാരും വേണ്ടേ? ചിരിക്കാനൊക്കെ അറിയാല്ലേ റോബോട്ടിന്? അയ്യോ, നിർത്തണ്ട, ആവശ്യത്തിന് ചിരിച്ചോ. പിന്നെ കെട്ടിയോൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു നല്ല കെട്ടിയോളാവാൻ പറ്റുമെന്നേ ഞാനത് നോക്കട്ടെ. അച്ചു, ആ എന്താ അച്ഛാ? അച്ഛനും ഞാനും കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. പിന്നെ നീ അപ്പോൾ ഈവനിങ് ഇറങ്ങിയാൽ മതി. എന്തായാലും മീറ്റിംഗ് നാളെ മുതലല്ലേ സ്റ്റാർട്ടാവും. ശരി അച്ഛാ. ആ പിന്നെ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തേക്ക്. എത്ര ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ അപ്പുവിനോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? യാ, ഇറ്റ്സ് ഫൈൻ. പാറുക്കുട്ടി. ആ, എന്താടി പെണ്ണേ? അല്ല പാറുക്കുട്ടി, ഗോവയിലെ മീറ്റിങ്ങിന് ഇവർ 4 പേരും പോകുന്നത് എന്തിനാ? ആരെങ്കിലും 2 പേര് പോയാൽ പോരെ? അത് നിനക്കേ നിന്റെ മുത്തൂസിനോടും അമ്മായിപ്പനോട് ചോദിച്ചുകൂടായിരുന്നോ? അത് പിന്നെ ചോദിക്കാൻ മടി അല്ലേ? അതുകൊണ്ടൊന്നുമല്ല. അച്ചു പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടരുതെന്ന്. അതല്ലേ ഞാനൊന്നും മിണ്ടാത്തത്. ആ, അതെന്തായാലും നന്നായി. പിന്നെ അച്ഛനും ഏട്ടനും പോയാൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ അവിടെ. പക്ഷേ എന്നും അത് പറ്റില്ലല്ലോ. അപ്പു അച്ചു അല്ലേ ഫ്യൂച്ചറിൽ എന്തായാലും ആ കമ്പനി ഏറ്റെടുത്ത് നടത്തേണ്ടത്. അപ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് വെച്ചാ ഇതവരെ ഏൽപ്പിച്ചത്. ഓ അങ്ങനെ. പാറു, ആ, എന്താ ഏട്ടാ? അല്ല, എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോ? അതൊക്കെ ഞാൻ എപ്പോഴേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശരി, എന്നാൽ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അല്ല, എത്ര ദിവസം കഴിയും അച്ചു തിരിച്ചു വരാന്? അറിയില്ല, മേ ബി 2 days ഒക്കെ എടുക്കും. 2 ദിവസമോ? അത്രയും ദിവസം ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഒറ്റയ്ക്കോ? അതിന് അമ്മയും നീതും ഇല്ലേ? എന്ന് വെച്ച് അത് താനുള്ളത് പോലെ ആവോ? അത് പിന്നെ എനിക്ക് തല്ലുകൂടാൻ ആളില്ലാതായി പോയില്ലേ, അതോർത്ത് പറഞ്ഞതാ ഞാൻ. എന്തായാലും തൽക്കാലം 2 ദിവസം അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്ക്. ശരി, എന്നാ ഞാൻ ഇറങ്ങുവാ. ബൈ. ശടാ, പോയിട്ട് വരാന്ന് പറ അച്ചു. ശരി, പോയിട്ട് വരാം.